നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷാ ചുമതല സിആർപിഎഫിന് കൈമാറിയതുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് വാദങ്ങൾ കേന്ദ്ര ഏജൻസികൾ അംഗീകരിക്കില്ല. രാജ്ഭവന്റെയും ഗവർണറുടെയും സുരക്ഷ മൊത്തത്തിൽ സിആർപിഎഫ് ഏറ്റെടുക്കും. പോലീസിന് സഹായിയുടെ റോൾ മാത്രമാകും ഉണ്ടാവുക. ഇത് സംബന്ധിച്ച് രാജ്ഭവനിൽ ചൊവ്വാഴ്ച കൂടിയാലോചനകൾ നടത്തും. Z+ സുരക്ഷാ ചുമതല സിആർപിഎഫിന് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചുവെങ്കിലും ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങളില്ല. സിആർപിഎഫിന്റെ പ്രതിനിധിയും പോലീസ് പ്രതിനിധിയും രാജ്ഭവൻ വൃത്തങ്ങളും തമ്മിലാകും ചർച്ച നടത്തുക. ഇതിനുശേഷമാകും ഗവർണറുടെ സുരക്ഷ എങ്ങനെയായിരിക്കണമെന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം. സംസ്ഥാന പോലീസിനെ ഒഴിവാക്കാതെയുള്ള സുരക്ഷാ സംവിധാനമാകും ഗവർണർക്ക് രാജ്ഭവനും ഉണ്ടാവുക. എന്നാൽ തീരുമാനമെല്ലാം സിആർപിഎഫ് എടുക്കും. ഗവർണറുടെ യാത്രാ വിവരങ്ങൾ ചോരുന്നുവെന്ന സംശയം രാജ്ഭവനുണ്ട്. ഇതിന് പിന്നാലെ പോലീസാണെന്നാണ് ആക്ഷേപം. ഇതും യോഗത്തിൽ ചർച്ചയാകും. അതുകൊണ്ട് തന്നെ യാത്രാ വിവരങ്ങൾ അവസാന നിമിഷം മാത്രമേ പോലീസിനെ അറിയിക്കാവൂ എന്നതാണ് നിലപാട്. എന്നാൽ ഇതിൽ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. സിആർപിഎഫിൽ നിന്നുള്ള 50 ഉദ്യോഗസ്ഥരാകും ഗവർണറുടെ സുരക്ഷയ്ക്കുണ്ടാവുക. രാജ്ഭവനിൽ സിആർപിഎഫ് തന്നെയാകും ഗവർണറുടെ സുരക്ഷയൊരുക്കുന്നത്. എന്നാൽ രാജ്ഭവൻ മന്ദിരത്തിന്റെ സുരക്ഷ പോലീസിന് തന്നെയാകും. സഞ്ചാരപാതയിൽ സുരക്ഷയൊരുക്കുന്നതും സുരക്ഷാ വാഹനങ്ങൾ ലഭ്യമാക്കുന്നതും പോലീസായിരിക്കും. Z+ കാറ്റഗറിയിലാണെങ്കിലും ബുള്ളറ്റ് പ്രൂഫ് വാഹനം ഉടൻ ഉണ്ടാകില്ലെന്നും സൂചനയുണ്ട്. സാഹചര്യം മനസ്സിലാക്കി മാത്രമേ ഈ വാഹനം എത്തിക്കൂ. ഏതായാലും മംഗളൂരിൽ നിന്നുള്ള സംഘം എല്ലാ സാഹചര്യവും നേരിടാൻ സജ്ജമായാകും കേരളത്തിലേക്ക് വരിക. കേന്ദ്ര ഇന്റലിജൻസ് വിവരശേഖരണം നടത്തും. ഇതനുസരിച്ചാകും സിആർപിഎഫിന്റെ പ്രവർത്തനവും തീരുമാനവും എടുക്കലും. ഗവർണറുടെ വ്യക്തി സുരക്ഷയ്ക്കാകും കേന്ദ്രസേന മുൻതൂക്കം നൽകുക. എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ വിശിഷ്ട വ്യക്തിയെ എത്രയും പെട്ടെന്ന് സംഭവ സ്ഥലത്ത് നിന്ന് സിആർപിഎഫ് അംഗങ്ങൾ മാറ്റും. വാഹനത്തിന്റെ ഡ്രൈവർ ഉൾപ്പെടെ കേന്ദ്രസേനയിൽ നിന്നുള്ള അംഗങ്ങളാകും. നീല സഫാരി സ്യൂട്ട് അണിഞ്ഞ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പകരം സിആർപിഎഫിന്റെ യൂണിഫോമിൽ തന്നെയുള്ള VIP സുരക്ഷയിൽ പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരായിരിക്കും ഗവർണർക്കൊപ്പം ഉണ്ടാവുക. പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് തടയുന്നതിലും പ്രതിഷേധക്കാരെ മാറ്റുന്നതിലും കേന്ദ്രസേന ഇടപെടില്ല. അത് സംസ്ഥാന പോലീസിന്റെ ചുമതല തന്നെയാകും. സംഭവങ്ങളുണ്ടായാൽ കേസെടുത്ത് അന്വേഷിക്കുന്നതും സംസ്ഥാന പോലീസായിരിക്കും. എന്നാൽ ഗവർണർ ആക്രമിക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധം എത്തിയാൽ കേന്ദ്രസേന ഇടപെടും. അക്രമം അതിരുവിട്ടാൽ വെടിവെക്കാൻ പോലും അധികാരം സിആർപിഎഫിനുണ്ട്. അതുകൊണ്ട് തന്നെ ഗവർണറെ കരിങ്കൊടി കാട്ടുന്ന സമരം ഏത് തരത്തിലേക്ക് പോകും എന്നതാണ് ഉയരുന്ന ചോദ്യം. പരമാവധി സംയമനം SFI പാലിക്കുമെന്നാണ് സൂചന. ഗവർണർ കേരളത്തിലെത്താൻ വൈകുമെന്നതിനാൽ സ്ഥിരം സുരക്ഷാ സംഘവും എത്തുന്നതും വൈകിയേക്കും. ഇപ്പോൾ പള്ളിപ്പുറം ക്യാമ്പിലെ 20 അംഗ സംഘം താൽക്കാലികമായാണ് സുരക്ഷ ഒരുക്കുന്നത്. 65 അംഗ സിആർപിഎഫ് സംഘമാണ് ഗവർണറുടെ സുരക്ഷയ്ക്കായി എത്തുന്നത്. ഇവർക്ക് രാജ്ഭവനുള്ളിൽ ബാരക്ക്, മെസ് എന്നിവ ഒരുക്കണമെന്നും രാജ്ഭവൻ അധികൃതരെയും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അടുത്ത 2-ന് കൊച്ചിയിലെത്തുന്ന ഗവർണർ അന്ന് തന്നെ മുംബൈയിലേക്ക് പോകും. പിന്നീട് 17-ന് മാത്രമേ കേരളത്തിൽ മടങ്ങിയെത്തുകയുള്ളൂ.